ക്ഷീരകർഷകനെ ആക്രമിച്ചു കൊന്ന കടുവയെ തിരിച്ചറിഞ്ഞു. വയനാട് വൈൽഡ് ലൈഫ് പട്ടികയിലുള്ളതാണ് ഈ കടുവയെന്ന് സ്ഥിരീകരിച്ചു. നരഭോജി എന്നാണ് കടുവയുടെ ദൃശ്യങ്ങൾ കണ്ട വനം പാലകർ പറയുന്നത്. ഇത് സ്ഥിരീകരിച്ചോടെ ഇന്നോ നാളെയോ ഈ കടുവയെ വെടിവെക്കും എന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ 24 പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വയനാട്ടിലെ ജനങ്ങൾക്ക് ഭീതി പടർത്തിക്കൊണ്ട് വന്നിട്ടുള്ള കടുവയെ വനം വകുപ്പ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. WWL 45 എന്ന ഇനത്തിൽപ്പെട്ട വനം വകുപ്പിന്റെ ഡാറ്റാ ബേസിൽ ഉൾപ്പെട്ട കടുവയാണ് ഈ കടുവ. ഇത് അനുയോജ്യമായ സ്ഥലത്തെത്തിയാൽ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നരഭോജി കടുവ ഇന്നോ നാളെ വെടിവെച്ച് കൊല്ലുമെന്നാണ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വാഗേരിയിൽ നിന്നും നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് സുർജിത്ത്, പറയൂ വിശദാംശങ്ങൾ, മറ്റു കാര്യങ്ങൾ. SK, ഞാനിപ്പോൾ നിൽക്കുന്നത് വാഗേരിയിലാണ്. വാഗേരിയിൽ ഇപ്പോൾ വനം വകുപ്പിൻ്റെ വളരെ സജീവമായ രീതിയിലുള്ള പരിശോധന തുടരുകയാണ്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇവർ പരിശോധനയ്ക്കായി എത്തിയിരിക്കുകയാണ്. WWL 45 എന്ന കാറ്റഗറിയിലുള്ള ആ കടുവയാണ്, 13 വയസ്സുള്ള ആൺകടുവയാണ് ഈ യുവാവിനെ കൊലപ്പെടുത്തിയതെന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. കടുവയുടെ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ എല്ലാം തന്നെ ക്യാമറയിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഇതിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. എന്തായാലും വളരെ സജീവമായ രീതിയിലുള്ള പരിശോധന. ഇപ്പോൾ 3 കൂടുകളാണ് ഈ മേഖലയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടുത്തെ തോട്ടങ്ങളിലും പരിസര പ്രദേശങ്ങളുമായാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടേക്ക് പരിശോധനയ്ക്ക് പോവുകയാണ് വനപാലകർ. എന്തായാലും കഴിഞ്ഞ 6 ദിവസമായി ഇവർ ഇതുമായി ബന്ധപ്പെട്ട് വനപാലകരുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ തോട്ടങ്ങളും വനമേഖലയും റിസർവ് ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള മേഖലയെല്ലാം തന്നെ വളരെ സജീവമായ രീതിയിൽ തന്നെ തെരച്ചിൽ നടത്തുകയായിരുന്നു വനപാലകർ. എന്തായാലും അവരുടെ നേതൃത്വത്തിലുള്ള സംഘം പുറപ്പെട്ട് കഴിഞ്ഞു. CCF ഇവിടെ നോർത്തേൺ CCF ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ദീപ, അതോടൊപ്പം തന്നെ ഡോക്ടർ അജേഷ് മോഹൻ, DFO ഷജന കരീം എന്നിവർ ഉൾപ്പെടെ വനംവകുപ്പിന്റെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ കടുവയുടെ പുറകെയാണ് ഏതാനും ദിവസങ്ങളായി. മാത്രമല്ല, ഈ നാട്ടിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആദ്യഘട്ടത്തിൽ ഉടലെടുത്തിരുന്നു. അതിനെല്ലാം തന്നെ ഇവർ നാട്ടുകാരുമായി സംസാരിച്ച് അതിനെ മറികടക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കടുവ നരഭോജി പട്ടികയിൽ തന്നെയാണ് ഉള്ള കടുവ എന്നുള്ള റിപ്പോർട്ടാണ് വനംവകുപ്പ് നൽകിയിട്ടുള്ളത്. ഇവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പരിശോധന തുടരുകയാണ്. ഇവിടെ 30-ൽ താഴെ വരുന്ന ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിരുന്നു. അതിലുള്ള ക്യാമറ ട്രാപ്പിലാണ് ദൃശ്യം ലഭിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കടുവ ഏതാണ് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും എത്രയും വേഗത്തിൽ തന്നെ ഈ കടുവയെ വെടിവെക്കാനുള്ള നടപടിയിലേക്ക് കടക്കാനാണ് വനംവകുപ്പ് നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഡോക്ടർ അരുൺ സക്കറിയ, വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ ഈ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യം വനമന്ത്രി തന്നെ സ്ഥിരീകരിക്കുക ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വളരെ സജീവമായ രീതിയിലുള്ള നടപടികളിലേക്ക് വനം വകുപ്പ് കടക്കുന്നു എന്നുള്ളതാണ് വാഗേരിയിൽ നിന്നും പറയാനുള്ളത്. SKN. ഓക്കെ, താങ്ക് യു. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. കുറച്ച് ദിവസങ്ങളായി പരിഭ്രാന്തിയിൽ പെട്ടുപോയ വാഗേരിക്കാർക്ക് ആശ്വാസകരമായൊരു വാർത്തയാണ്. എന്തായാലും ഈ കടുവയെ, ആ ക്ഷീരകർഷകനെ കൊലപ്പെടുത്തിയ ആ നരഭോജി കടുവയെ ഇന്നോ നാളെയോ വെടിവെച്ച് കൊല്ലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.